Welcome dear students. നമ്മൾ വോളിയം 9 CCTയുടെ വോളിയം 9 തിയറി ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 2 റൂംഡ് ബിൽഡിംഗ്, റൂം നമ്പർ 1, റൂം നമ്പർ 2. ഈ 2 റൂംഡ് ബിൽഡിങ്ങിന്റെ മുകളിലോട്ടുള്ള ഫൗണ്ടേഷൻ വരെ ഉള്ള ഭാഗം നമ്മൾ എസ്റ്റിമേഷൻ എടുക്കാൻ ഒരു സിംഗിൾ റൂം ബിൽഡിങ്ങിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തു. ഫൗണ്ടേഷൻ വരെയുള്ള 3 ഐറ്റം, അതായത് എർത്ത് വർക്ക് എക്സ്കവേഷൻ, ബേസ് കോൺക്രീറ്റ്, ബേസ്മെന്റ്, ഫൗണ്ടേഷൻ, ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു 2 റൂം ബിൽഡിങ്ങിന്റെ ബാക്കിയുള്ള 3 ക്വാണ്ടിറ്റി, അതായത് സൂപ്പർ സ്ട്രക്ചർ, ബ്രിക്ക് വർക്ക്, മേസൺറി അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചർ നിർമ്മാണം, അതിന്റെ ക്വാണ്ടിറ്റി, പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പിന്നെ പ്ലാസ്റ്ററിംഗ് വർക്ക്, പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്ലോറിംഗ് വർക്ക്. ഈ 3 ഐറ്റമാണ് നമ്മൾ ഈ ഒരു വോളിയം 9 കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം 3 ഐറ്റം നമ്മൾ കവർ ചെയ്യുന്നു. ഒന്ന് പിന്നെ എന്താണ് ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത വർക്കാണിത്, ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ, അത് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഐറ്റം. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്ററിംഗ് വർക്ക്, പ്ലാസ്റ്ററിംഗ് ഓഫ് ദ വാൾസ്, വാൾസിന്റെ പ്ലാസ്റ്ററിംഗ്. മൂന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫ്ലോറിംഗ് വർക്ക്. ഈ 3 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇന്നത്തെ വോളിയം അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. 3 ക്വാണ്ടിറ്റിയാണ്. ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ, ഫൗണ്ടേഷന് ശേഷം മുകളിലോട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ബ്രിക്ക് വർക്ക് കണ്ടെത്തുന്നു, ക്വാണ്ടിറ്റി. പ്ലാസ്റ്ററിംഗ് ഏരിയ കണ്ടെത്തുന്നു. പിന്നെ നമ്മൾ മൂന്നാമത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 2 റൂമിന്റെ ഫ്ലോറിംഗ് ഏരിയ എങ്ങനെ കണ്ടെത്താം. ഇത് 3ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ. അപ്പൊ ഇത് ഒരു 2 റൂം ബിൽഡിങ്ങിന്റെ പ്ലാൻ ആണ് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ദ പ്ലാൻ ഓഫ് എ 2 റൂംഡ് ബിൽഡിംഗ്. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന മെത്തേഡ് സെന്റർ ലൈൻ മെത്തേഡാണ്. സെന്റർ ലൈൻ മെത്തേഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ സെന്റർ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ 3 ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടെത്താം. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ചെയ്യുന്നത് എന്താണ്, ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കും. അപ്പൊ 2 റൂം ബിൽഡിങ്ങിന്റെ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ 7ാമത്തെ വോളിയത്തിൽ പറഞ്ഞു തന്നതാണ്. കഴിഞ്ഞതിന്റെ അങ്ങേ വോളിയം 7 നമ്മൾ 2 റൂം ബിൽഡിങ്ങിന്റെ സെന്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു സെഷൻ ആയിരുന്നു. ഇതിൽ നമുക്ക് ഒന്നും കൂടെ കണ്ടുപിടിക്കാം ഈ 2 റൂമിന്റെ സെന്റർ ലൈൻ ലെങ്ത് എങ്ങനെ കണക്കാക്കാമെന്ന്. ഇതിന്റെ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ ഡോട്ടഡ് ലൈൻ ഇട്ട് റെഡ് കളറിൽ ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിരിക്കുന്നതാണ് ഈ 2 റൂം ബിൽഡിങ്ങിന്റെ സെന്റർ ലൈൻ. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻ. അപ്പൊ അത് എവിടെ ഇതെല്ലാം വരും, ഇവിടുന്ന് ഇവിടം വരെ, ത്രൂ ദിസ് വേ ആൻഡ് ത്രൂ ദിസ് വേ. അപ്പം ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് വ്യൂ. അപ്പം ഫ്രം ഹിയർ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് ഗോസ് ലൈക്ക് ദിസ്. ഇതിലേക്കൂടെ വന്ന് ഇവിടെ വരും, കവർ ചെയ്ത് ഇതിലേക്കൂടെ വന്ന് ഈ ഫുൾ പ്ലസ് ഇതാണ് ഇതിന്റെ സെന്റർ ലൈൻ. അപ്പൊ അതിന്റെ ലെങ്ത് നമുക്ക് ആദ്യം കണക്കാക്കാം. അപ്പൊ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ദിസ് 2 റൂംഡ് ബിൽഡിംഗ്. സെന്റർ ലൈൻ ലെങ്ത് ഇത് കണക്കാക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞു തന്നത്, ആദ്യം നമ്മൾ ഇതിനെ 2 സ്പ്ലിറ്റ് ആക്കും. L1 എന്നും ലോങ് വാളിന്റെ ലെങ്ത് L1, ഈ ലോങ് വാൾ സെന്റർ ടു സെന്റർ L1 ഉം ഷോർട്ട് വാൾ സെന്റർ ടു സെന്റർ നമ്മൾ എന്തോ എടുക്കും, L2. സോ ലോങ് വാൾ സെന്റർ ടു സെന്റർ L1, ഷോർട്ട് വാൾ സെന്റർ ടു സെന്റർ L2. അപ്പൊ L1 എത്ര ലെങ്ത് ഉണ്ട്, ഒരു L1 ഇവിടെയുണ്ട്, ഒരു L1 ഇവിടെയുണ്ട്. അപ്പൊ 2 L1. L2 എത്ര എണ്ണം ഉണ്ട്, ഒരു L2, രണ്ടാമത്തെ L2, മൂന്നാമത്തെ L2. അപ്പൊ നമുക്ക് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, L1 പ്ലസ് ഈ L1 പ്ലസ് ഈ L2 പ്ലസ് L2, ഇത് സെന്റർ L2 പ്ലസ് ഈ അറ്റത്തെ L2. അപ്പൊ എത്ര എണ്ണം വന്ന്, L1 ഒരെണ്ണം, രണ്ടാമത്തെ L1. അപ്പൊ L1 പ്ലസ് L2 എത്രയാണ്, ഒരു L2, രണ്ടാമത്തെ L2, മൂന്നാമത്തെ L2. അപ്പൊ L2 പ്ലസ് L2. അപ്പൊ നമുക്ക് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും, ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, L1 plus L1 2L1
പ്ലസ് L2 പ്ലസ് L2 പ്ലസ് L2 3L2. ഇനി വി ക്യാൻ കാൽക്കുലേറ്റ് L1. L1 എത്ര വരും? ഈ ഇതിനകത്ത് എല്ലാ അളവുകൾ തന്നിട്ടുണ്ട്. മുറിയുടെ ഒന്നാമത്തെ മുറിയുടെ നീളം 4.2 മീറ്റർ, രണ്ടാമത്തെ മുറിയുടെ നീളം 3 മീറ്റർ, രണ്ട് മുറികളുടെയും വീതി 3.6 മീറ്റർ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് L1 ഫ്രം ദിസ് ഡയമെൻഷൻസ്. ഈ അളവുകളിൽ നിന്ന് നമുക്ക് L1 കണ്ടെത്താം. L1 എന്ന് പറഞ്ഞാൽ ഈ സെന്റർ മുതൽ ഈ ഭിത്തിയുടെ സെന്റർ പോയിന്റ് മുതൽ ഈ സെന്റർ വരെയുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ L1 കണക്കാക്കുന്നത്? L1 എന്ന് പറയുമ്പോൾ എത്ര വരും? ഈ ഭിത്തിയുടെ ഉള്ളിലോട്ട് സപ്പോസ് ദ വാൾ തിക്നെസ് ഈസ് 30 സെന്റിമീറ്റർ. ഇതിന്റെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ എന്ന് കാണാം. സപ്പോസ് ദിസ് ഈസ് വാൾ തിക്നെസ് ഈസ് 30 സെന്റിമീറ്റർ. അപ്പൊ അതെല്ലായിടവും 30 സെന്റിമീറ്റർ ആണ് വാൾ തിക്നെസ്. ഈ വാൾ തിക്നെസ് എല്ലാം 30 സെന്റിമീറ്റർ ആണ് വാൾ തിക്നെസ്. അങ്ങനെയാവുമ്പോൾ ഈ സെന്ററിലോട്ട് ഇതിന്റെ ഈ ലൈനിന്റെ ഇവിടുന്ന് ഉള്ളിലോട്ട് എത്ര ഉള്ളിലോട്ട് സെന്ററിൽ പോകുമ്പോൾ ഇത് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഹാഫ് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? 30 സെന്റിമീറ്ററിന്റെ പകുതി 15 സെന്റിമീറ്റർ. അതിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ വി വിൽ ഗെറ്റ് 0.15 പ്ലസ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് ഇവിടെ വരെ, അതായത് ഈ മുറിയുടെ ഉള്ളിലെ നീളം മാത്രമാണ് ഈ സെന്റർ റോഡ്, ഈ കോർണർ തൊട്ട് ഈ കോർണർ വരെ. അപ്പൊ എത്ര ലെങ്ത് എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 4.2 മീറ്റർ. ദാറ്റ് ഈസ് 4.2 പ്ലസ്. ഇനി നമുക്ക് ഇവിടെ എത്തി നമ്മൾ. ഇനി നമുക്ക് ഈ ഭിത്തിയുടെ ഈ സെന്റർ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് നമ്മുടെ L1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 0.15 പ്ലസ് ഇവിടം വരെ 4.2 പ്ലസ് എത്ര 0.3. വാൾ തിക്നെസ് ഈസ് ഭിത്തിയുടെ എല്ലാം വാൾ തിക്നെസ് 0.3 പ്ലസ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയാണ്? 3 മീറ്റർ. ഈ സെക്കൻഡ് റൂമിന്റെ നീളം 3 മീറ്റർ. പിന്നെ ഇതിന്റെ ഉള്ളിലോട്ടുള്ള ഒരു ഭിത്തിയുടെ ഉള്ളിലോട്ടുള്ള കനം 0.15. അപ്പം L1 അന്നേരം എത്ര വരും മൊത്തം? ഈ ഭിത്തിക്ക് ഉള്ളിലോട്ടുള്ള കനം 0.15 പ്ലസ് ഈ കോർണർ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള നീളം 4.2 പ്ലസ് ഈ ഭിത്തിയുടെ തിക്നെസ് 0.3 പ്ലസ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ മുറിയുടെ നീളം 3 മീറ്റർ പ്ലസ് ഇവിടുന്ന് അകത്തോട്ടുള്ള 0.15. അപ്പം വി വിൽ ഗെറ്റ് ദി L1 ഇസ് ഈക്വൽ ടു എത്ര വരും? 4.2 4.5 4.5 പ്ലസ് 3 ആകുമ്പോൾ 7.5 0.3 7.8 മീറ്റർ. സിമിലർലി L2 എത്ര വരും നോക്കാം. L2 എങ്ങനെയാണ് എടുക്കുന്നത്? L2 എന്ന് പറയുമ്പോൾ എവിടെ തൊട്ടാണ്? ഈ സെന്റർ പോയിന്റ് തൊട്ട് ഈ സെന്റർ പോയിന്റ് വരെയുള്ള ലെങ്ത്. ദിസ് ഇസ് L2. ഇതാണ് L2. ഈ സെന്റർ മുതൽ ഈ സെന്റർ വരെയുള്ളതാണ് L2. ദിസ് ഇസ് L2. അത് എങ്ങനെ എടുക്കാം നമുക്ക്? ഈ സെന്റർ ആണ് ഉള്ളിലുള്ള പോയിന്റ് എടുക്കണം. അപ്പൊ ഇവിടുന്ന് ഈ ഭിത്തിയുടെ കനത്തിന്റെ പകുതി കൂട്ടണം. 0.15 പ്ലസ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് വീതി എത്രയാണ് തന്നിട്ടുണ്ട്? എത്ര? 3.6 മീറ്റർ തന്നിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെയുള്ള 3.6 മീറ്റർ കൊടുക്കണം. പിന്നെ ഇവിടെ വീണ്ടും എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അകത്തോട്ടൊരു 0.15 വരും. അപ്പൊ 0.15 ഇവിടെ അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ വരുന്നത്. ഈ സെന്റർ മുതൽ ഈ സെന്റർ വരെ ഇതാണ് ഇവിടെ 0.15 3.6 വീണ്ടും ഒരു 0.15. അപ്പം L2 സമയം എത്ര വരും? 0.15 പ്ലസ് ഈ മുറിയുടെ വീതി 3.6 പ്ലസ് ഇവിടുന്ന് അകത്തോട്ടുള്ള ഒരു 0.15. എത്ര വന്ന്? 3.9 മീറ്റർ. സോ വി ഗെറ്റ് L1 7.8, L2 3.9. Therefore total center line length എന്ന് പറഞ്ഞാൽ എത്ര? നമുക്ക് കണ്ടുപിടിക്കേണ്ട 3 ക്വാണ്ടിറ്റിയാണ്. അത് ഞാൻ വായിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ എഴുതാം. Total center line length അന്നേരം എത്ര വരും? Total center line length സമം 2L1 plus 3L2. It is equal to 2 into L1 എത്രയാണ്? 7.8 ആണ് L1. 7.8 plus 3 into plus 3 into L2 എത്ര? 3.9. So calculate ചെയ്യുമ്പോൾ എത്ര വരും? 7.8 into 2 15.6 plus 3.9 to 3 7 to 11.7 11.7 7 1 2 4 7
27.3. So you will get 27.3 is the total center line length. So total center line length എത്ര വന്നു? 27.3. 7.8 ഇത് into 7.8 എങ്ങനെയാ കിട്ടിയ? 0.15 plus 4.2 plus 0.3 plus 3 plus 0.15. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് 0.15, 4.2, 7.2, 7.5, 7.8. L2 3.6, 0.3, 3.9. 2L1 plus 2L2, 2 into 7.8 plus 3 into 3.9. It is 7.8 into 2 ആയപ്പോൾ 15.6 പിന്നെ പ്ലസ് ഇത് 11.7. അപ്പോൾ മൊത്തം ടോട്ടൽ കിട്ടിയപ്പോൾ 27.3 meter is the total center line length. 27.3 meter is the total center line length. ഇനി നമുക്ക് 2 റൂം ബിൽഡിങ്ങിന്റെ ഒരു അല്ലെങ്കിൽ ഒന്നിലധികം റൂം ഉണ്ടെങ്കിൽ we have a calculation for finding out the length of item. ഓരോ ഐറ്റത്തിനെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇനി അടുത്ത ടാബുലർ കോളം വരയ്ക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐറ്റം വെച്ചിട്ടുള്ള ടാബുലർ കോളമാണ് ഇനി നമുക്ക് വരയ്ക്കാൻ പോകുന്നത്. സാധാരണ ഒരു ടാബുലർ ഫോർമാറ്റ് ഉണ്ട്. എന്താ ഫോർമാറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതാണ് ടാബുലർ ഫോർമാറ്റ്. എന്തായിരുന്നു ടാബുലർ ഫോർമാറ്റ് നമ്മൾ വരച്ചത്? എങ്ങനെയാണ് വരച്ചത്? ആദ്യം നമ്മൾ ഐറ്റം നമ്പർ ബ്ലാക്ക് ഇല്ല. ആദ്യം നമ്മൾ വരച്ചത് ഐറ്റം നമ്പർ ആദ്യത്തെ കോളം. ഇതെല്ലാം നിങ്ങളുടെ സോഴ്സ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് ബുക്കിനകത്ത് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഐറ്റം നമ്പർ, ആദ്യത്തെ കോളം ഐറ്റം നമ്പർ. സെക്കൻഡ് കോളം ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഐറ്റം, ആ ഐറ്റത്തിന്റെ വിവരണം, ഡിസ്ക്രിപ്ഷൻ. മൂന്നാമത്തെ കോളത്തിനകത്ത് നമ്പർ, നാലാമത്തെ കോളത്തിനകത്ത് ലെങ്ത് മീറ്റർ, ബ്രെഡ്ത്ത് മീറ്റർ, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് മീറ്റർ, പിന്നെ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് കോളം വരച്ചത്. ഇപ്പം ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്, ക്വാണ്ടിറ്റി. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓരോ ഐറ്റം. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ. അതാണ് ആദ്യത്തെ ഐറ്റം. നമ്മൾ ഒരു ഒറ്റ ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. സെൻട്രൽ ലൈൻ ലെങ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ലെങ്ത് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്പർ 1 ഇത് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം ലെങ്ത് നമ്മൾ സിംഗിൾ റൂം ബിൽഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നിലധികം റൂം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ കാൽക്കുലേഷൻ വരും. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം. കാൽക്കുലേഷൻ എന്താന്ന് വെച്ചാൽ ലെങ്ത് സമം ഇത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയത്. ഈ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് കണ്ടെത്താനായിട്ട്, ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ലെങ്ത് ഈസ് ഈക്വൽ ടു, ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഓരോ ഐറ്റവും. ഇപ്പൊ ഏതായാലും എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയാലും, ബേസ്മെന്റ് ആയാലും, മേസൺറി ആയാലും, കോൺക്രീറ്റ് ആയാലും, ബ്രിക്ക് വർക്ക് ആയാലും എല്ലാത്തിനെയും ലെങ്ത്, ഒന്നിലധികം റൂം ഉണ്ടെങ്കിൽ ലെങ്ത് എന്ന് ഒരു പർട്ടിക്കുലർ കാൽക്കുലേഷൻ നടത്തി ലെങ്ത് ഓരോ ഐറ്റത്തിന് ലെങ്ത് കണ്ടുപിടിക്കണം നമ്മൾ. ആ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ലെങ്ത് സമം വി ഹാവ് ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് T junctions ഇൻറ്റു B. That is length സമം ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഹാഫ് ഇൻറ്റു n ഇൻറ്റു B. n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് n എന്ന് വെച്ചാൽ n is equal to n എന്താന്ന് പറഞ്ഞാൽ n is equal to number of T junctions. So if the room number is more than 1 അല്ലെങ്കിൽ ഒന്നിലധികം റൂം ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ലെങ്ത് കണ്ടെത്താനായിട്ട് we have a calculation. ലെങ്ത് സമം calculation is length സമം total center line length minus half into n into B. ഇതിൽ n എന്ന് പറയുന്നത് number of T junction, അതായത് T ആകൃതിയിൽ, T എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ
എത്ര ഭിത്തികൾ ജോയിൻ ചെയ്യുന്നു, ടി ജംഗ്ഷനുകളുടെ എണ്ണം. അപ്പോൾ 2 റൂമാണെങ്കിൽ ടി ജംഗ്ഷനുകളുടെ എണ്ണം 1 ആയിരിക്കും. 3 റൂമാണെങ്കിൽ അതിൻ്റെ എണ്ണം വേറെ ആയിരിക്കും. 5 റൂമാണെങ്കിൽ ടി ജംഗ്ഷന്റെ എണ്ണം വേറെ ആയിരിക്കും, വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പം നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ആണ് N എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് വീതി, അതാത് ക്വാണ്ടിറ്റി, അതാത് ഐറ്റത്തിന്റെ ബി. ഇവിടെ നമ്മൾ ബ്രിക്ക് വർക്ക് എടുക്കുകയാണെങ്കിൽ ബ്രിക്ക് വർക്കിന്റെ ബി എടുക്കണം, ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഫൗണ്ടേഷന്റെ ബി എടുക്കണം, അഥവാ നമ്മൾ മേസൺറി എടുക്കുകയാണെങ്കിൽ അതിന്റെ ബി എടുക്കണം. എന്താന്ന് വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് ബിയും എടുക്കണം. അപ്പൊ ഈ ഒരു എക്സ്ട്രാ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാൽക്കുലേഷൻ ചെയ്ത് ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്ര നോക്കിക്കേ. ഈ പടത്തിനകത്ത് എത്ര നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് ഉണ്ട്? അതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് സിമ്പിളായിട്ട് അത് വരച്ച് കാണിച്ചു തരാം. നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്ര വരും? നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ്, ഇതിന്റെ ലൈൻ ഡയഗ്രാം. സപ്പോസ് ഇത് ലൈൻ ഡയഗ്രാം ആണ്. ഇതിന്റെ ഈ പ്ലാനിന്റെ ലൈൻ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്പർ ഓഫ് എത്ര ടി ജംഗ്ഷൻ ഉണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് എത്ര ടി ജംഗ്ഷൻ ഇവിടെ കണ്ടു, എത്ര ടി ജംഗ്ഷൻ വന്നു ഇവിടെ? എത്ര എണ്ണം? 2 ടി ജംഗ്ഷൻ. ദാറ്റ് ഈസ് ഇവിടെ ഒരു ടി ആകൃതിയിലുള്ള ഭിത്തി വന്നു, ഇവിടെ വന്നു ഒരെണ്ണം, അതുപോലെ ഇവിടെ ഒരു ടി. അപ്പൊ എത്ര ടി വന്നു? ഈ 2 റൂം ബിൽഡിങ്ങിൽ എത്ര ടി ജംഗ്ഷൻ വന്നു? നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് എത്രയാണ്? ഇവിടെ ഇവിടെ ടി ആകൃതിയിലൊരു ഭിത്തി, ഇവിടെ ടി. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇതൊരു ടി ജംഗ്ഷൻ ആണ്. ഇത് ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് വരച്ചെന്നേ ഉള്ളൂ. സെയിം ആണ്. അതെ, ഇവിടെ ഇങ്ങനൊരു ഭിത്തി, ഇങ്ങനൊരു ഭിത്തി. അപ്പൊ ഇവിടെ ഒരു ടി ആകൃതിയിലൊരു ഭിത്തി, അതുപോലെ ഇവിടെ ഒരു ടി വന്നു. അത് രണ്ടും ഞാൻ ലൈൻ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുക. അതാ ഒരു ടി, ഇതാ ഒരു ടി. അപ്പൊ നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഈ ഒരു പ്ലാനിൽ നമ്പർ ഓഫ് ടി ആകൃതിയിലുള്ള ഭിത്തി എത്ര അടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്? 2 അടുത്ത്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. അപ്പൊ നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്രയാണ്? 2. നമ്പർ ഓഫ് ടി ജംഗ്ഷൻ 2. നമുക്ക് ഇനി ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് അപ്പൊ എത്ര വരും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടി ജംഗ്ഷൻ നമുക്ക് അറിയാം 2. സോ ലെങ്ത് എത്ര വരും? ലെങ്ത് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇവിടെ കിട്ടി എത്ര? 2 ഇൻറ്റു ബി. അപ്പൊ 2 കട്ട് ചെയ്യും. അപ്പൊ എത്ര വരും? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ബി ആയിരിക്കും. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ബി ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞ പാരാമീറ്റർ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്തിൽ നിന്നും ബി കുറച്ചിട്ട് വേണം ലെങ്ത് കൊടുക്കാൻ. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ടി ആകൃതിയിലെ ഭിത്തി വരുന്നിടത്തെല്ലാം ഇത്രയും പോർഷൻ നമ്മൾ ഡബിൾ ചെയ്തെടുക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ നമ്മൾ കാൽക്കുലേഷനിൽ ഇരട്ടി ഡബിൾ ചെയ്ത് വരും, ഇരട്ടിയായിട്ട് വരും. അത്രയും പോർഷൻ കൂടെ നമ്മൾ എക്സ്ട്രാ ക്വാണ്ടിറ്റി ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തത്. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഹാഫ് ഇൻറ്റു N ഇൻറ്റു ബി. ഇവിടെ N 2 ആയതുകൊണ്ട് 2 കട്ട് ചെയ്തിട്ട് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഇതിന്റെ ബി. ഇനി നമുക്ക് ഈ അളവുകളെല്ലാം അവിടെ എഴുതാം, എല്ലാം ഫില്ല് ചെയ്യാം. ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പർ 1 ലെങ്ത് ഇവിടെ എഴുതണം. അപ്പൊ ലെങ്ത് എത്ര വരും ഈ കേസിൽ? നമ്മുടെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് 27.3 മൈനസ് ബി. അതിനിപ്പോ ബി വെച്ച് എഴുതാം. ബി ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഭിത്തിയുടെ തിക്നെസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഭിത്തിയുടെ തിക്നെസ് എത്രയാണ്? ഭിത്തിയുടെ തിക്നെസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ ഇസ് ദ വാൾ തിക്നെസ് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ റൂം സപ്പോസ് ഇറ്റ് ഇസ് 3 മീറ്റർ. സാധാരണ നമ്മൾ 3 മീറ്റർ ആണ് ഹൈറ്റ് കൊടുക്കുന്നത്. ഈ ഹൈറ്റ്, ഈ ബിൽഡിംഗ്, ഈ റൂമിന്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ 3യുടെ അടുത്തൊക്കെയാണ് കൊടുക്കുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് ഹൈറ്റ് 3 മീറ്റർ. ഈ ബിൽഡിങ്ങിന്റെ ഭിത്തിക്ക് മേലോട്ടുള്ള റൂഫ് വരെയുള്ള ഹൈറ്റ് 3 മീറ്റർ. ഇതിന്റെ വാൾ തിക്നെസ് 30 സെന്റിമീറ്റർ. അത് രണ്ട് നമുക്ക് അവിടെ കൊടുക്കാം. L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ബി വെച്ച് നമുക്ക് കിട്ടി. ബി എത്ര? 0.3. എച്ച് എന്ന് പറയുന്നത് നമുക്ക് സപ്പോസ് 3 മീറ്റർ. നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ബി. അപ്പൊ എത്ര വരും? ദിസ് ഈക്വൽ ടു 27.3 മൈനസ് ബി 0.3. അപ്പൊ എത്ര വന്നു? 27 മീറ്റർ. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ബി. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 27.3 മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0.3. ഇപ്പൊ 27 മീറ്റർ ആണ് ലെങ്ത്. 27 മീറ്റർ. So then we can calculate the quantity.
L into B into H. 27 into 0.3 into 3 ആണ് ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കുറേ ഡോറും വിൻഡോയും ഉണ്ട്. എത്ര ഡോറും വിൻഡോയും ഉണ്ട്? ഇവിടെ ഒരു ഡോറുണ്ട്, ഇതാണ്ട് ഒരു ഡോറ്. ഈ ഭാഗത്തൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്, ഇതാണ്ട് ഇവിടെ ഒരു ഡോറ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോറ്. 2 ഡോറുണ്ട് നമുക്ക്. വിൻഡോ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒരു വിൻഡോ 1, ഇവിടെ ഒരു വിൻഡോ 2, ഇവിടെ ഒരു വിൻഡോ 3, പിന്നെ എവിടെയാണ്? പിന്നെ വേണ്ട ഇവിടെ ഒരു വിൻഡോ, ഈ ഭാഗത്തൊരു വിൻഡോ. വിൻഡോ അപ്പൊ എത്ര വിൻഡോ വന്ന്? 1, ഒരു വിൻഡോ ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് 1 വിൻഡോ. ഹിയർ ഇസ് അനദർ വിൻഡോ. ഇവിടെ ഒരു വിൻഡോ 2, ഇവിടെ ഒരു വിൻഡോ 3, ഇവിടെ ഒരു വിൻഡോ 4. അപ്പൊ 4 വിൻഡോയും എത്ര ഡോറും ഉണ്ട്? 2 ഡോറും ഉണ്ട്. 1, 2, 2 ഡോറും 1, 2, 3, 4 വിൻഡോയും ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഡോർ വരുന്ന ഭാഗത്ത് ബ്രിക്ക് വർക്ക് ചെയ്യില്ലല്ലോ. സൂപ്പർ സ്ട്രക്ചർ കെട്ടുമ്പോൾ ഡോറും വിൻഡോയും വരുന്ന ഭാഗത്ത് നമ്മൾ ബ്രിക്ക് മേസൺറി ചെയ്യത്തില്ല. അവിടെ നമ്മൾ വിൻഡോയും ഡോറും വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയും ഭാഗത്ത് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ഈ ഡോറും വിൻഡോയും കൂടെ ചേർത്ത് വരുന്ന ക്വാണ്ടിറ്റിയാണ് കാൽക്കുലേഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് യഥാർത്ഥത്തിൽ ചുടുകട്ട ഇല്ല, വർക്കില്ല. അവിടെ ഡോർ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയും ഭാഗം നമ്മൾ കിട്ടിയ അളവിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം, നമ്മൾ നീക്കം ചെയ്യണം. അത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് കൊടുക്കണം. ഡിഡക്ഷൻ ഫോർ ഡോർ ആൻഡ് വിൻഡോ. ഡിഡക്ഷൻ ഫോർ ഡോർ ആൻഡ് വിൻഡോ. ഡോറിനും വിൻഡോയ്ക്കുള്ള എത്രമാത്രം? ഡിഡക്ഷൻ ഫോർ ഡോറ്, വിൻഡോ. വിൻഡോയും ഡോറും വരുന്നിടത്ത് മേസൺറി ഇല്ലാത്തത് കൊണ്ട് ആ സ്ഥലത്തു നിന്നുള്ള മേസൺറിയുടെ ക്വാണ്ടിറ്റിയിൽ നിന്നും അത്രയും ഭാഗം കുറയ്ക്കണം. അപ്പൊ ഇവിടെ എത്ര ഡോറുണ്ട്? 2 ഡോറുണ്ട്. നമ്പർ 2. വിൻഡോ എത്ര ഞാൻ കാണിച്ചു തന്നു? 4 വിൻഡോ ഉണ്ട്. പിന്നെ ഒരു ഡോറിന്റെ സൈസ് കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 into 1.2. ഡോറിന്റെ സൈസ് D എത്ര? 1 meter into 1 meter into 2 meter. വിൻഡോയുടെ സൈസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1.6 into 1.2 meter. അപ്പൊ ഡോറിന്റെ സൈസ് 1 meter into 1.2 meter, വിൻഡോയുടെ സൈസ് 1.6 into 1.2 meter. ഇത്രയും അല്ലെങ്കിൽ ആ ഡോർ ഞാൻ ഇവിടെ എടുത്ത് വരച്ച് കാണിച്ചു തരാം. ആ ഡോർ ഭിത്തിക്കകത്ത് നിൽക്കുമ്പോൾ പ്ലാനിൽ എത്ര ഭാഗം പോകും? ഇതിന്റെ എലിവേഷൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക ഡോറിലെ ഇരിക്കുന്നത്. അപ്പൊ അത് 1 meter വീതിയും 2 meter ഉയരവും. അത്രയും ഭാഗത്തെ ബ്രിക്ക് വർക്ക് ചെയ്യേണ്ട നമ്മൾ. അതുപോലെ വിൻഡോ ഇത്രയും വരും അല്ലേ? എത്ര വരും? 1.6 മീറ്ററും 1.2 മീറ്ററും. 1 meter വീതിയും 2 meter ഹൈറ്റും ഡോറിന് അളവുണ്ട്. 1.6 meter വീതിയും 1.2 meter ഹൈറ്റ് വിൻഡോ. ഇത് ഡോറ്, ഇത് വിൻഡോ. അപ്പൊ അത്രയും ഭാഗത്തുള്ള ബ്രിക്ക് മേസൺറി നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ ഡോർ 2 എണ്ണം ഉണ്ട്. സൈസ് തന്നിട്ടുണ്ട് 1 into 2. അപ്പൊ ഡോറിന്റെ പിന്നെ ഹൈറ്റ് 1 meter. അതായത് നിൽക്കുന്നത് ഭിത്തിക്കകത്താണ്. ഭിത്തി നിൽക്കുന്നത് കൊണ്ട് ഭിത്തിയുടെ വീതി എടുത്താൽ മതി നമ്മൾ. സോറി, ഹൈറ്റ് ഇവിടെ ഹൈറ്റ് 1 meter, വീതി 0.3. ഭിത്തിക്കകത്ത് ഇരിക്കുന്നുണ്ട്. വീതി എത്ര? ലെങ്ത് എത്രയാ? ലെങ്ത് ഹൈറ്റ് 2 meter, ലെങ്ത് 1 meter. ലെങ്ത് 1 meter, ഹൈറ്റ് 2 meter. ലെങ്ത് 1 meter, ഹൈറ്റ് 2 meter, ഭിത്തിയുടെ തിക്നെസ് ആയതുകൊണ്ട് 0.3. വിൻഡോ അതുപോലെ 4 എണ്ണം ഉണ്ട്. വിൻഡോയുടെ അളവുകൾ എത്ര? 1.6 into 1.3. വീതി എന്ന് പറയുമ്പോൾ നീളത്തിനകത്ത് നമ്മൾ കുറയ്ക്കണം. 1.6, 0.3 ഭിത്തിയുടെ കനത്തിലാണ് ഡോർ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞാൽ 0.3 എടുക്കണം. മറ്റേ അളവ് എത്ര? 1.2, ഹൈറ്റ് 1.2. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്ക് മേസൺറിക്കകത്ത് നമ്മൾ ഡോറും വിൻഡോയും വെച്ചേക്കുന്ന ഭാഗത്ത് യഥാർത്ഥത്തിൽ മേസൺറി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് വരുന്ന മേസൺറി വർക്ക് നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് അളവ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എത്രമാത്രം ഭാഗത്ത് ഡോറും വിൻഡോയും വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയോ ചെയ്യുന്നത്. ഡിഡക്ഷൻ ഫോർ ഡോർ ആൻഡ് വിൻഡോ. 2 ഡോറും ഉണ്ട്, 4 വിൻഡോയും ഉണ്ട്. അപ്പൊ 2 ഡോർ ആവുമ്പോൾ 2 ഡോറിന്റെ അളവുണ്ട് 1 into 2 meter. 1, 2. എവിടാണ് ഡോർ വെച്ചിരിക്കുന്നത്? ഭിത്തിക്കകത്താണ്. അപ്പൊ ഈ തിക്നെസ് എത്ര എടുക്കണം? ഭിത്തിയുടെ 0.3 എടുക്കും. വിൻഡോ അതുപോലെ എത്ര സൈസ് എത്ര? 1.6 into 1.2. 1.6, 1.2. അതെവിടെ വെച്ചിരിക്കുന്ന വിൻഡോ? ഇറ്റ്സ് ഓൾസോ ഇൻ ദ വാൾ. അപ്പം വാൾ തിക്നെസ് ആണ് അതിന്റെ ബി. എത്ര വിൻഡോ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേഷൻ നടത്തണം. 2 into 1 into 0.3 into 2 ഒരു ക്വാണ്ടിറ്റി.
4 ഇൻറ്റു 1.6 ഇൻറ്റു 0.3 ഇൻറ്റു 1 ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് എത്രമാത്രം എക്സ്ട്രാ ഡോറിൻ്റെ ഭാഗത്തുള്ള എത്ര ബ്രിക്ക് വർക്ക് വരും? 2 ഇൻറ്റു 1 ഇൻറ്റു 0.3 ഇൻറ്റു 2. വിൻഡോയുടെ ഭാഗത്ത് എത്ര വരും? 4 ഇൻറ്റു 1.6 ഇൻറ്റു 0.3 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ ഒരു ക്വാണ്ടിറ്റി കിട്ടും, ഇവിടെ ഒരു ക്വാണ്ടിറ്റി കിട്ടും. ഇത്രയും ക്വാണ്ടിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്യണം നമ്മൾ. ഈ ഡോറിൻ്റെ അളവും വിൻഡോയുടെ അളവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അളവ് നെറ്റ് ക്വാണ്ടിറ്റി കിട്ടും, ഒരളവ് കിട്ടും. അപ്പോൾ അത്രയും അളവെന്ന് പറയുന്നത്, അത്രയും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിരിക്കുക, തെറ്റിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഡോറും വിൻഡോയും വരുന്ന ഭാഗം കുറയ്ക്കണം. ഈ കിട്ടുന്ന അളവ് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതണം. ഇങ്ങനെ എഴുതാം. അടുത്ത സ്റ്റെപ്പായിട്ട് നെറ്റ് ക്വാണ്ടിറ്റി ഫോർ സൂപ്പർ സ്ട്രക്ചർ ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചറിന്റെ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വരും? അന്നേരം ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന്, ഇവിടെ കിട്ടുന്ന ഈ ക്വാണ്ടിറ്റിയിൽ നിന്നും ഈ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ നെറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ കാണിക്കണം. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി മൈനസ് ഈ ഡോറിന്റെയും വിൻഡോയും കൂടെ സമ്മായിട്ട് വരുന്ന ഈ അളവും ഈ അളവിൽ നിന്നും ഈ അളവ് കുറച്ചിട്ട് നമ്മളിവിടെ നെറ്റ് ക്വാണ്ടിറ്റി ഫോർ ബ്രിക്ക് വർക്ക് ആയിട്ട് എഴുതണം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഈ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ വോളിയം 9 നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം 2 മുറിയുടെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിച്ചു. നമുക്ക് 27.3 കിട്ടി. ആ ഒരു മുറി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ടി ജംഗ്ഷൻ വരും. ടി ജംഗ്ഷൻ വരുന്നത് കൊണ്ട് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് ഒരു എക്സ്ട്രാ കാൽക്കുലേഷൻ ചെയ്യണം. എക്സ്ട്രാ കാൽക്കുലേഷൻ എങ്ങനെയാണ്? എക്സ്ട്രാ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് സമം ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ടി ഇൻറ്റു ബി. നമ്പർ ഓഫ് ടി അതാത് പടത്തിൽ എത്ര ആണെന്ന് നമ്മൾ നോക്കിയെടുക്കണം. ഇവിടെ 2 റൂം ആയതുകൊണ്ട് ഇത് ലൈൻ സ്കെച്ച് ആണ് 2 റൂമിന്റെ. ഇവിടെ ടി ആകൃതിയിലെ ഭിത്തി എത്ര സ്ഥലത്ത് വന്നു? ഒന്ന് ഇവിടെ വന്നു, ഒന്ന് ഇവിടെ വന്നു. 1, 2. അപ്പൊ 2 ടി വന്നു ഇവിടെ. അപ്പൊ നമ്പർ ഓഫ് ടിയുടെ ഭാഗത്ത് എത്ര കൊടുത്തു? നമ്മൾ 2 കൊടുത്തു. ബി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ബി. നമ്മൾ ഏതാണോ എടുക്കുന്നത്, ഫൗണ്ടേഷൻ എടുത്താൽ ആ ബി എടുക്കണം, മേസൺറി എടുത്താൽ ആ ബി എടുക്കണം, ബേസ്മെന്റ് എടുത്താൽ ആ ബി, കോൺക്രീറ്റ് ആണെങ്കിൽ ആ ബി. ആ കറസ്പോണ്ടിങ് ബി ഏത് ബി, ഇവിടെ കൊടുത്തിരിക്കുന്ന ബി ഏതാണോ അതാണ് ഇവിടെ കുറയ്ക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബി ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ കറസ്പോണ്ടിങ് ലെങ്ത്. അപ്പൊ ഇവിടെ എങ്ങനെ കണ്ടുപിടിച്ചു? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ടി നമുക്ക് കിട്ടി. എത്രയാണ്? 1, 2 ഇൻറ്റു ബി. ബി എത്ര ആയിരുന്നു ഇവിടുത്തെ ബി? ഈ ഭിത്തിയുടെ കനമാണ് ബി എന്ന് പറഞ്ഞത്. എത്രയാണ്? 0.3. ആ 0.3 കുറച്ച് നമുക്ക് 27 ലെങ്ത് കിട്ടി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 0.3 ആണ്. ഹൈറ്റ് ഓഫ് ദ വാൾ തന്നിട്ടുണ്ട് 3 മീറ്റർ. അപ്പൊ 3 മീറ്റർ അപ്പൊ ക്വാണ്ടിറ്റി. പക്ഷെ ഇത് നമുക്ക് ഇത് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ഡോറും വിൻഡോയും വരുന്ന ഭാഗത്ത് നമ്മൾ തെറ്റായിട്ട് കാൽക്കുലേഷൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മൾ ഡോറും വിൻഡോയും ഭാഗത്ത് പ്രത്യേകം കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? എത്ര ഡോർ ഉണ്ടെന്ന് എണ്ണി നോക്കി. 1, 2 ഡോറ്. അപ്പൊ 2 ഡോർ ആയതുകൊണ്ട് 2. ഡോറിന്റെ അളവ് നോക്കി. അളവ് എത്ര? 1 ഇൻറ്റു 2 മീറ്റർ. അപ്പം 1 മീറ്റർ 2 മീറ്റർ. ഡോർ എവിടെ വെച്ചേക്കുന്നത്? ഭിത്തിക്കകത്തിട്ട്. അപ്പം ഭിത്തിയുടെ തിക്നെസ് ആണ് മൂന്നാമത്തെ ക്വാണ്ടിറ്റി, മൂന്നാമത്തെ അളവ്. നീളവും വീതിയും, മൂന്നാമത്തെ കനം ഭിത്തിയുടെ കനം. വിൻഡോ എത്ര ഉണ്ടോന്ന് എണ്ണി നോക്കണം. എത്ര ഉണ്ട്? 1, 2, 3, 4 വിൻഡോ. അപ്പൊ 4 വിൻഡോയുടെ അളവ് ഇവിടെ തന്നേക്കും. എത്ര? 1.6 ഇൻറ്റു 1.2. 1.6 1.2. പിന്നെ മൂന്നാമത്തെ അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എവിടെ വിൻഡോ വെച്ചേക്കുന്നത്? ഭിത്തിയില്ല. അപ്പൊ ഭിത്തിയുടെ തിക്നെസ് ആണ് മൂന്നാമത്തെ തിക്നെസ്. അപ്പൊ ഡോറിന്റെ ക്വാണ്ടിറ്റി, വിൻഡോയുടെ ക്വാണ്ടിറ്റി, ഈ 2 ക്വാണ്ടിറ്റി കൂടെ കൂട്ടി ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ആ ടോട്ടൽ ക്വാണ്ടിറ്റി എവിടെ നിന്ന് കുറയ്ക്കണം? നമ്മൾ ആദ്യം ചെയ്ത ഈ അളവിൽ നിന്ന് ഇത് കുറച്ചിട്ട് നമ്മൾ നെറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് എഴുതി വയ്ക്കണം. അങ്ങനെയാണ് സൂപ്പർ സ്ട്രക്ചറിന്റെ ഐറ്റം കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സെഷനിൽ ഒരു ഐറ്റം കൂടെ കണ്ടുപിടിക്കാം. എന്താണെന്ന് വെച്ചാൽ ഫ്ലോറിംഗ് വർക്ക്. പ്ലാസ്റ്ററിംഗ് സെപ്പറേറ്റ് ഒരു സെഷനായിട്ട് എടുക്കാം. ഫ്ലോറിംഗ് വർക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഫ്ലോർ എത്ര റൂം ഉണ്ട്? ഞാൻ രണ്ടാമത്തെ ഐറ്റം കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്ലോറിംഗ് വർക്കാണ്. ഫ്ലോറിംഗ് ഏരിയ. ഫ്ലോറിംഗ് ചിലപ്പോൾ നമ്മൾ സിമെന്റ് പ്ലാസ്റ്റർ ഇടും, ചിലപ്പോൾ നമ്മൾ ടൈൽസ് ഇടും, ചിലപ്പോൾ മാർബിള്, ചിലപ്പോൾ ഗ്രാനൈറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ തറയുടെ ഏരിയ കണ്ടുപിടിക്കും. ഈ റൂമിന്റെ മൊത്തം ഏരിയ, റൂം 1ന്റെ ഏരിയ, റൂം 2ന്റെ ഏരിയ. ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഇതാണ് റൂമെങ്കിൽ നമ്മൾ ഇത് ഒന്നാമത്തെ റൂമിന്റെ ഏരിയ, രണ്ടാമത്തെ റൂമിന്റെ ഏരിയ. അപ്പം നമുക്ക് റൂം 1 എടുക്കാം ആദ്യം. റൂം 1. ഈ റൂമിന്റെ ഏരിയ എത്ര എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. റൂമിന്റെ ഏരിയ നിങ്ങൾ പ്രാക്ടിക്കലിനൊക്കെ എങ്ങനെയാണ്? ഇത് നീളവും ഇത് വീതിയും. അപ്പം നീളം ഗുണം വീതി ഏരിയ ആകുമല്ലോ. പ്ലാസ്റ്ററിങ്ങിന്റെ യൂണിറ്റ് ഫ്ലോറിങ്ങിന്റെ യൂണിറ്റ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു. ഫ്ലോറിങ്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, വൈറ്റ് വാഷിങ്, പോയിന്റിങ്, ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഏരിയ മാത്രമേ എടുക്കത്തുള്ളൂ, തിക്നെസ് എടുക്കാറില്ല.